ഒരുപക്ഷെ ഇനി അതിന് സാധിച്ചില്ലെങ്കിലോ? ഇന്ദ്രപ്രസ്ഥം വീടിനകത്ത് കയറാനുള്ള ഭാഗ്യമേ എപ്പോഴും കിട്ടണമെന്നില്ല. നിനക്കിന്ന് കിട്ടിയ ഈ ഭാഗ്യമേ അങ്ങ് നന്നായിട്ടങ്ങ് ആസ്വദിക്കാം. ദുർഗ, ദുർഗ നിക്ക്. ഞാൻ പറയുന്നത് കേക്ക്. എനിക്കൊന്ന് കേൾക്കണ്ടെങ്കിലോ? ഇല്ല, കേക്കണം. അഞ്ജലി എന്താ അങ്ങനെ പെരുമാറിയെന്ന് സത്യോട് എനിക്കറിയില്ല. എങ്കിലേ എനിക്കറിയാമേ, ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞു കേട്ടെ. വേണ്ട. താൻ എന്തിനാ എങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അല്ല, ഞാൻ എന്താ ചെയ്യണ്ടേ? പറ കിരൺ, പറ. ഞാനേ അതുപോലെ ചെയ്യാം. താൻ ഒന്നും ചെയ്യണ്ട, എന്നെ ഒന്ന് മനസ്സിലാക്കിയാ മതി. ഓ, എനിക്കെല്ലാം മനസ്സിലായെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ കുറെ ആൾക്കാരോട് വെറുതെ സീൻ ഉണ്ടാക്കണ്ട. ദുർഗ, ദുർഗ, അങ്ങോട്ട്. ദുർഗ, ദുർഗ. കുഴപ്പമില്ല, ഇപ്പോഴത്തെ റേറ്റിംഗ് ഒക്കെ വെച്ച് നോക്കുമ്പോ ചാനൽ നന്നായി പോകുന്നുണ്ട്. ചേച്ചി, ധ്വനിമോൾ എവിടെ ചേച്ചി? ശരി, എന്നാ ഞങ്ങൾ ശരിക്കും. ധ്വനിമോൾ എന്തോ പാവയോ മറ്റോ എടുക്കാനായിട്ട് അങ്ങോട്ട് പോയി. കണ്ടില്ല? കണ്ടില്ല. ആണോ? അത് ശരി. എന്തിനാ നാണോ ഇല്ലാതെ ഇങ്ങനെ പിന്നെയും പിന്നെ ഇങ്ങോട്ട് കയറി വരുന്നത്? ചേച്ചി വേണ്ട, ഇവിടെ വെച്ചൊരു വഴക്ക് വേണ്ട. അത് കാണാൻ പലരും പ്ലാൻ ചെയ്ത് നടത്തുന്നൊരു നാടകം ഇത്. എന്തൊക്കെയുണ്ട് പൂർണിമ വിശേഷങ്ങൾ? അല്ല, എന്തോ പറയാൻ തുടങ്ങിയിട്ട് പാതിയിൽ നിർത്തിയതെന്താ? പാതിയിൽ നിർത്തിയതൊന്നും ഞാൻ വീണ്ടും തുടങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. ഗുഡ്. നിനക്കേ കാണ്ടാമൃഗത്തിനേക്കാളും തൊലിക്കട്ടിയാണെന്ന് എനിക്കറിയാം. എന്നാലും കുറച്ചെങ്കിലും ഉളുപ്പോ ആത്മാഭിമാനം ഉണ്ടെങ്കിൽ ഇവിടുന്ന് ഇറങ്ങി പോടി. മാഡം, ഹായ്. മാഡം ഇപ്പൊ എത്തി?
ഞാനിപ്പോ എത്തിയതേ ഉള്ളൂ. എന്നിട്ട് എന്താ അകത്തേക്ക് വരാത്തെ? ഞാൻ പൂർണിമയോട് സംസാരിച്ചോണ്ടിരിക്കായിരുന്നു. എന്താ ചേച്ചി ഇത്? ഞാൻ ക്ഷണിച്ചിട്ടല്ലേ ഇവരൊക്കെ വന്നേ? പിന്നെ താര മേഡത്തിന്റെ കമ്പനിയിലെ ഞാൻ വർക്ക് ചെയ്യുന്നതെന്ന് ചേച്ചിക്ക് അറിയില്ലേ? എന്റെ ഗസ്റ്റിനെ ചേച്ചി ഒരിക്കലും അപമാനിച്ച് ഇറക്കി വിടരുത്. ഞാൻ നിന്റെ പൂർണിമ ചേച്ചിയോടൊന്ന് സംസാരിച്ചിട്ട് വരട്ടെ. അഷി, ആ ചേട്ടാ അകത്തേക്ക് വാ. അഷി, അഷി, അഷി. ഛെ, പൂർണിമേ, എന്താ പൂർണിമേ, നിന്റെ ഉദ്ദേശം നടന്നില്ല അല്ലേ? നീ എന്നെ പുറത്താക്കാൻ നോക്കിയിട്ടും ഞാൻ അകത്തു വന്നത് കണ്ടോ? നിനക്കെന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. ഇനിയും ഞാൻ ഇതുപോലെ പലതും ചെയ്യും. തിരിച്ചൊന്നും ചെയ്യാൻ പറ്റാതെ നീ ഇങ്ങനെ തല കുനിച്ചു നിൽക്കും. നിനക്ക് സ്വന്തമായിട്ടുള്ളതെല്ലാം ഞാൻ എനിക്ക് സ്വന്തമാക്കി മാറ്റും പൂർണിമേ. അതാ ഞാൻ നിനക്ക് തരുന്ന ശിക്ഷ. അവസാനം ആരും തുണയില്ലാതെ ഒറ്റയ്ക്ക് നീ പെരുവഴിയിൽ നിൽക്കും. കഴിഞ്ഞു. ഈ വീടിനകത്ത് കയറാൻ പറ്റിയതിനാണോ നിനക്ക് ഇത്ര അഹങ്കാരം? അതിന് നിനക്ക് എത്ര നാള് വേണ്ടി വന്നു? പിന്നെ നീ എന്താ പറഞ്ഞ? എന്റേതെല്ലാം നീ നിന്റേതാക്കി മാറ്റുന്നോ? അത് നിന്റെ വെറും തോന്നൽ മാത്രം, വെറും പാഴ്ക്കിനാ. നീ ഈ കാണിക്കുന്നതൊക്കെ എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ നീ ഒന്നോർക്കുന്നത് നല്ലതാ. ഞാനൊന്ന് മനസ്സ് വെച്ചാ നിന്റെ എല്ലാ ആഗ്രഹങ്ങളും അങ്ങ് അവസാനിക്കും. പൂർണിമേ, അതേ താര, പൂർണിമ തന്നെയാ. നീ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം എന്റെ ഭിക്ഷയാണെന്ന് നീ മനസ്സിൽ വെച്ചോ. ആ, നീ പറഞ്ഞതാ കറക്റ്റ്. നീയല്ല ഞാൻ. അതുകൊണ്ട് നീ ധൈര്യമായിട്ടിരുന്നു. ആ പിന്നെ, നീ ഇപ്പോ ഇവിടുത്തെ ഗസ്റ്റ് അല്ലേ? ആ, പോയി ഈ വീടൊക്കെ നന്നായിട്ടൊന്ന് ചുറ്റിക്കാണ്. ഒരുപക്ഷെ ഇനി അതിന് സാധിച്ചില്ലെങ്കിലോ? ഇന്ദ്രപ്രസ്ഥം വീടിനകത്ത് കയറാനുള്ള ഭാഗ്യമേ എപ്പോഴും കിട്ടണമെന്നില്ല. നിനക്കിന്ന് കിട്ടിയ ഈ ഭാഗ്യമേ അങ്ങ് നന്നായിട്ടങ്ങ് ആസ്വദിക്കാം.